വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഈ അനുഗ്രഹീത സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സ്വദേശം ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട്ടിൽ കാവാലം എന്ന് പറയുന്ന സ്ഥലത്താണ്. 1980 ഞങ്ങൾ ഈ വിശ്വാസപാതയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകി. ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ തക്കതായ പശ്ചാത്തലം ചുരുക്കമായി ഞങ്ങളെ ഓർപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിനു മുമ്പായി എന്നെ ഇവിടേക്ക് ക്ഷണിക്കപ്പെട്ട ഈ സഭയ്ക്ക് അനുഗ്രഹീതമായി നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ തമ്പിച്ചായൻ, സണ്ണിച്ചായൻ തന്നോട് ചേർന്ന സഹശുശ്രൂഷകരായി കർത്താവിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന അനുഗ്രഹീതരായ ദൈവഭൃത്യന്മാർ, മനോഹരമായ പാട്ടുകൾ, കീബോർഡ് എല്ലാം കൊണ്ടും വളരെ ആത്മീയ സന്തോഷമുളവാക്കുന്ന ഒരു സുദിനമാണ്. ഈ കാര്യങ്ങളെല്ലാം മീഡിയയിൽ പകർത്തുന്ന വാത്സല്യ സഹോദരങ്ങൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ തരണത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ 35 പരം വർഷമായി കേരളക്കരയിൽ വിവിധ ജില്ലകളിൽ കുടുംബമായി സഭയുടെ പാസനേജിൽ താമസിച്ച് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിച്ച് വരുന്നു. ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്നത് റാന്നി വെസ്റ്റ് സെൻട്രൽ ഉദിമൂട് സഭയുടെ ശുശ്രൂഷകനായി കുടുംബമായി ഇവിടെ പാർത്ത് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിച്ചു വരുന്നു. ഞാനിവിടേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത് നമ്മുടെ ഖത്തർ ചർച്ചുകൂട സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ അജക്സ് കുറിയാക്കോസ് അവരുകൾ വിവാഹം കഴിച്ചിരിക്കുന്നത് എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ മകളാണ്. അവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ ഞാൻ ഉദിമുണ്ട് സഭയിലേക്ക് വരുന്നതിന് മുമ്പ് അടൂർ സെൻട്രൽ, നോർത്ത് സെൻട്രൽ കിളിവയിൽ സഭയുടെ ശുശ്രൂഷകനായി ദൈവം അനുവദിച്ച ഒരു പീരീഡ് അവിടെ ശുശ്രൂഷയിലായിരിക്കാൻ കർത്താവ് കൃപ നൽകി. അവിടുത്തെ മെമ്പറാണ് ഖത്തർ ദൈവസഭയുടെ ശുശ്രൂഷകൻ സാം ടി ജോർജ് അവർകൾ. ഞാനവിടെ ശുശ്രൂഷിക്കുന്ന സമയത്ത് തന്നെ കുവൈറ്റിലേക്കും ഒരു കർത്തദാസനെ സ്തോത്രം ദൈവനിയോഗം അതിന് നിലകളിൽ അവരിരുവരും വിദേശത്തെ ശുശ്രൂഷയിലായിരിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്ക് ഒരു മകളുണ്ട്, ടീച്ചറാണ്. ഈ അക്കാഡമിക് വർഷം അബുദാബിയിൽ അലൈനിൽ OIC സ്കൂൾ ഇൻ്റർനാഷണൽ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം അയക്കുന്നിടത്തെല്ലാം കർത്താവിൻ്റെ വിശ്വസ്ത സാക്ഷിയായി നിലകൊള്ളുവാൻ കർത്താവ് കൃപ നൽകുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സ്വദേശം കാവാലമാണ്. 1980 ഈ ആത്മീയ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുവാണ്ടക്കണിടയായി തീർന്നത്. നിങ്ങൾക്ക് കുട്ടനാട്ടുകാരെക്കുറിച്ച് എത്രമാത്രം പരിചയമുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ആ സമയം വള്ളവും വെള്ളവും മാത്രം ഉള്ള ഒരു കാലം. ഏറ്റവും കൂടുതൽ കർഷകരും കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്നതും ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ കേന്ദ്രവുമായിരുന്നു ഞങ്ങളുടെ ഏരിയ. ഞങ്ങളുടെ പഞ്ചായത്തുകൾ
ഇടതുപക്ഷം തന്നെ ഭരിച്ച പല നാളുകളുണ്ട്. സ്വത്രം. എൻ്റെ ഫാദർ ഒരു ഇടതുപക്ഷ ആശയക്കാരനായിരുന്നു. അതുകൊണ്ട് സ്റ്റേഷനിൽ നല്ല നടപ്പിന് ജാമ്യം ഇങ്ങനെയുള്ള കാര്യാദികളിലെല്ലാം സജീവമായിരുന്നു. അത് മാത്രമല്ല, ചെറുപ്രായം തൊട്ട് ഞാൻ ആ കാലഘട്ടങ്ങളിൽ അവിടെ മദ്യപിക്കാത്തവരുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല, എല്ലാവരും മദ്യം കഴിക്കും. കാരണം ധാരാളം തെങ്ങ് കള്ള് സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഏരിയയാണ്. തെങ്ങ് കൃഷിക്ക് ഞങ്ങളുടെ ഏരിയ ആ കാലഘട്ടങ്ങളിൽ വളരെ വിജയം കൊയ്യുന്ന ഒരു കാലമായിരുന്നു. ഇത് ഒരു സീസണായാൽ, ഈ കർക്കിടക മാസം നമ്മൾ പറയുന്ന സീസണായാൽ ആർക്കും വേണ്ട. സ്വതന്ത്രം. അതുകൊണ്ട് ഇത് മുഴുവൻ വാറ്റി സൂക്ഷിക്കും. സ്വതന്ത്രം വാറ്റി സൂക്ഷിച്ചിട്ട് ഇത് അവിടുത്തെ ആരും അതുപോലെ തന്നെ വരുന്നവരും ഗസ്റ്റായിട്ടുള്ളവരും അങ്ങനെയുള്ളവർക്കെല്ലാം വിതരണം ചെയ്യും. സ്വതന്ത്രം. എൻ്റെ പിതാവിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ രാവിലെ ഈ ബെഡ് കോഫി കുടിക്കുന്നതിന് പകരം ഇതിലൊരു ഗ്ലാസ് ചെന്നെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ശരീരം നോർമലാകുകയുള്ളൂ. പിന്നെ അങ്ങോട്ട് തുടർമാനമായിട്ട് മദ്യപിക്കുകയാണ്. ഞങ്ങളവിടുത്തെ ഒരു കർഷക കുടുംബമാണ്. ആ നിലകളിൽ കാര്യങ്ങളെല്ലാം വലിയ നന്നായിട്ട് മുമ്പോട്ട് പോകുന്നു. എൻ്റെ പിതാവ് ഒരു വ്യത്യസ്തനായതുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയ പശ്ചാത്തലം അല്പ കാര്യങ്ങളൊക്കെ പിടിപാടൊക്കെ ഉള്ളതുകൊണ്ട് ഏത് കാര്യത്തിനും എന്തിനും തയ്യാറാണ്. എല്ലാ ആയുധങ്ങളും വീട്ടിലുണ്ട്. അങ്ങനെ ഒരു ആശയമായിരുന്നു സ്വതന്ത്രം. എന്നാൽ കാലത്തിൻ്റെ പോക്കലിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പോക്കറ്റിൽ പണമുള്ളപ്പോൾ, ആരോഗ്യമുണ്ടെങ്കിൽ സ്നേഹബന്ധങ്ങൾ കൂടും. ഇത് കനം കുറഞ്ഞാൽ, ആരോഗ്യം ക്ഷയിച്ചാൽ നമ്മുടെ സ്നേഹബന്ധങ്ങൾ അകലും. സ്വത്രം. മദ്യപിച്ച് മതോമത്തിനായി വരുമ്പോൾ എൻ്റെ മാതാവിനെ ധാരണമായി മർദ്ദിച്ചിട്ടുണ്ട്, കാര്യം കൂടാതെ. സ്വത്രം. ഞങ്ങൾക്കെല്ലാം പേടി. മദ്യപാനികൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. മദ്യം കൂടുതൽ ചെന്ന് വീട്ടിൽ, അന്ന് നേരത്തെ ഞങ്ങൾ പിള്ളേർ ഉറങ്ങുന്നതിന് പിന്നെ അവർക്ക് ആത്മീയം കൂടും. ആത്മീയം കൂടിയിട്ട് ഓരോരുത്തരെ വിളിച്ചെന്ത് ചെയ്യും? പ്രാർത്ഥിച്ചോ എന്ന് ചോദിക്കും. പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ അടി കിട്ടും, പ്രാർത്ഥിച്ചില്ലെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യും? അടി കിട്ടും. അത് രണ്ടിൽ പക്ഷമില്ല. സ്വത്രം. ഒന്നിൽ ഇതൊന്നും അല്ലെങ്കിൽ ചോദിക്കും, നിനക്ക് കിട്ടിയോ എന്ന് ചോദിച്ചു തരും. അങ്ങനത്തെ ഒരു സ്വഭാവ രീതിയായിരുന്നു. ഇതിൻ്റെ എല്ലാം കാരണം നമ്മൾ മനസ്സിലാക്കണം. അകത്തോട്ട് ചെല്ലുന്ന സാധനത്തിൻ്റെ പ്രസക്തിയാണ്. സ്വത്രം. ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ട് പറയാൻ തക്കണിടയായിത്തീരും. സ്നേഹബന്ധങ്ങളെല്ലാവരും സ്വന്തം ഭാര്യയും മക്കളെ കാണുകയുള്ളൂ, വേറെ ആരും കാണുകയില്ല. അനുഭവ സമ്പത്താണ് ഞാൻ പറയുന്നത്. സ്വത്രം. അതുകൊണ്ട് അന്നനാളം മുതൽ ആമാശയമിലുള്ള ആന്തരിക അവയവങ്ങൾ ദ്രവിച്ചു മാറി. എക്സ്റേ എടുത്ത ഡോക്ടർ പറഞ്ഞു, തങ്ങളുടെ ആന്തരിക അവയവങ്ങൾ ഞങ്ങൾ കാണുന്നതൊരു പുക മാത്രമാണ്, പുകഞ്ഞു കിടക്കുകയാണ്. സ്വത്രം. 51-ാമത്തെ വയസ്സ്, മെഡിക്കൽ കോളേജിൽ അത്യാസന്ന നിലയിൽ അഡ്മിറ്റായി. സ്വത്രം. ശരീരം മുഴുവൻ തളർന്നു, നാവിറങ്ങി, നാക്ക് താന്നുപോയി. നമ്മൾ സാധാരണ ഭാഷയിൽ പറയും നാക്ക് താന്നുപോയി. വൈദ്യശാസ്ത്രം കൈമലർത്തി, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യുവാനില്ല. ആ കാലമായതുകൊണ്ട് നമ്മൾ ICUവിലിട്ട് അവർ സമയം കളയില്ല, വീട്ടിലേക്ക് അയക്കും. അങ്ങനെ ഒരു ഡെഡ് ബോഡി ചുമന്നുകൊണ്ട് വരുന്നത് പോലെ ഞങ്ങളുടെ പിതാവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പല്ല് കടമിനിട്ട് കണ്ണടച്ച് കിടക്കുന്ന എൻ്റെ പിതാവ് മരണത്തെ മുഖാമുഖമായി കണ്ടും കൂട്ടക്കരച്ചിലെ കേൾക്കുവാൻ കൊതിക്കുന്ന ചുറ്റുപാടുകളും, മാനുഷിക സ്നേഹബന്ധങ്ങൾക്ക് പരിധിയുണ്ടെന്നുള്ള കാര്യം അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വത്രം. ജീവിതത്തിൽ ആ നിലകളിലായതുകൊണ്ട് പെന്തിക്കോസുകാരെന്താണെന്ന് ഞങ്ങളുടെ ഏരിയയിൽ അറിയത്തില്ല. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ളത് ഈഴവ പ്രാതിനിധ്യമാണ്. എൻ്റെ ഉത്ഭവം അവിടെയാണ്. ഒന്ന് തുടങ്ങുന്നത്. സ്വത്രം. 2 റോമൻ കാത്തലിക്സാണ്. ഞങ്ങൾ യാക്കോബ ബാക്ക്ഗ്രൗണ്ടാണ്. ഒരു കുറച്ച് ഫാമിലി, ഒരു 10-20 ഫാമിലിയുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ അവരാണ് മജോറിറ്റി കൂടുതലുള്ളത്. അതുകൊണ്ട് മറ്റൊരു ഗ്രൂപ്പും ഇല്ല, ഒരു പ്രവർത്തനവുമില്ല. സ്വത്രം. അങ്ങനെ ഇരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ പിന്നത്തേതിൽ നമുക്ക് മനസ്സിലാകുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ആത്മീയ ദർശനമുള്ള
ഇപ്പോൾ നമ്മൾ സ്തോത്രം ഒരു ദേശത്തിന് വേണ്ടി ചുരുക്കമായി ഒന്ന് പ്രാർത്ഥിച്ചു. വിലപ്പെട്ട പ്രാർത്ഥനയാണ്. അങ്ങനെ ദേശങ്ങൾക്ക് വേണ്ടി ദർശനമുള്ള ദൈവദാസന്മാർ പ്രാർത്ഥിക്കുകയും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നമുക്കറിയത്തില്ലല്ലോ സ്തോത്രം. അതുകൊണ്ട് ഇവർ ചങ്ങനാശ്ശേരിയിൽ നിന്നും കോട്ടയത്തു നിന്നും ചിങ്ങമരത്തു നിന്നൊക്കെ വന്ന് പ്രവർത്തിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. സ്തോത്രം. ഈ അത്യാസന നിലയായതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലും അവരെത്തി. സ്തോത്രം. നിന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കപ്പെടുക, നിന്ന് പ്രാർത്ഥിച്ചു. ഒരു യോഗം എന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടോയെന്ന് അറിയത്തില്ലാത്തൊരു സമയത്തായിരുന്നു. എന്നാൽ അത്ഭുതം എന്ന് പറയപ്പെടട്ടെ, പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ്, പല്ല് കടുമിനിട്ട് കിടക്കുന്ന എൻ്റെ പിതാവ്, നാവ് ഇറങ്ങിയിരിക്കുന്ന എൻ്റെ പിതാവിന് നാവ് ചലിപ്പിക്കുവാൻ കർത്താവിന് ശക്തി പകർന്നു. ഇന്ന് പകലിൽ യേശു ജീവിക്കുന്ന ദൈവമാണ്. സ്തോത്രം. യേശു പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം. മാനുഷികമായ ചിന്തകൾക്കും കണക്ക് കൂട്ടലും അടിവരയിട്ട് മാറും. എന്നാൽ ആരടിവരയിട്ടാലും നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ടെങ്കിൽ അത് നിറവേറ്റുവാൻ മതിയായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. മനുഷ്യൻ പുറമെയുള്ളത് കണ്ട് അടിവരയിടുമ്പോൾ നമ്മുടെ കർത്താവ് പറയുന്നത്, അവന്റെ അടിവരയില്ല, നിന്നെക്കുറിച്ച് എനിക്ക് പദ്ധതിയുണ്ട്, അതാണ് ഞാൻ നിറവേറ്റിയെടുക്കുന്നതെന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കും. ഈ പകലിൽ സ്തോത്രം ആധികാരികമായി എനിക്ക് പറയുവാനുള്ളത്, അത്ഭുതമെന്ന് പറയപ്പെടട്ടെ. സ്തോത്രം. കഴുത്തിന് കീഴെ തളർന്നു കിടന്ന എൻ്റെ പിതാവിന് സ്തോത്രം കാലുകുത്തി ഞങ്ങൾ പിടിച്ചെഴുന്നപ്പിച്ചിരുത്തിയാൽ ഇരിക്കും. സ്തോത്രം. ചില ദിവസങ്ങൾ കഴിഞ്ഞു. നമുക്കറിയാമല്ലോ, വായിൽ ഒഴിച്ച് കൊടുത്താൽ രണ്ട് സൈഡിൽ കൂടെ പോകുന്ന അവസ്ഥയിലായിരുന്നു. ഏതെങ്കിലും ആ നിലകളിൽ വായകത്തി കൊടുത്താൽ. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ഭക്ഷണം ഇറക്കുവാനും സ്തോത്രം ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഈ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഒരു കാര്യമാണ്, ഈ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ശാസിച്ചൊന്നുമല്ല ഇത് ചെയ്തത്. സ്തോത്രം. പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഇവിടെ പ്രാർത്ഥിച്ചാൽ കർത്താവ് അവിടെ പ്രവർത്തിക്കും. ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി. സ്തോത്രം. അതുകൊണ്ട് അത്ഭുതമെന്ന് പറയപ്പെടട്ടെ. സ്തോത്രം. അവർ നിന്ന് പ്രാർത്ഥിച്ച് ഇരിക്കാൻ സാധ്യത കൊടുത്തിട്ടില്ല, അവസരം കൊടുത്തിട്ടില്ല. പക്ഷേ സ്വന്തം കാലിൽ എൻ്റെ പിതാവ് എഴുന്നേറ്റ് നിന്നു. ദിനചര്യകൾ ആചരിപ്പാൻ കർത്താവ് ബലപ്പെടുത്തി. സ്തോത്രം. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്തോത്രം ആരോഗ്യത്തോടെ നടക്കുവാൻ ഏത് കാരണമാണ്? വൈദ്യശാസ്ത്രം വിധി എഴുതി ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ വിട്ട കേസ് കർത്താവിന്റെ കരങ്ങളിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദൈവത്തിന്റെ നീതിയുടെ കരത്തിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടുവാൻ നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു, ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമത്രേ. അവന്റെ കരം കുറുകിയിട്ടില്ല, അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. ഇന്ന് രാത്രിയിൽ പ്രവർത്തിക്കുന്നവൻ നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണമായി സൗഖ്യം നൽകി. സ്തോത്രം. ആ പഴയ വീറൂശരൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞു. സ്തോത്രം. നമ്മൾ സാധാരണ നിലയിൽ പറയുകയാണെങ്കിൽ കോട്ടയത്ത് ഒരാൾ രക്ഷിക്കപ്പെട്ട കൊട്ടാരക്കര പോയി സ്നാനപ്പെടുകയുള്ളൂ. സ്തോത്രം. കൊട്ടാരക്കര ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ എവിടെ വരുള്ളൂ? കോട്ടയത്ത് വന്ന് എന്ത് ചെയ്യും? സ്നാനപ്പെടും. ഇങ്ങനൊരു ചിന്തയാണ്. സ്തോത്രം. കാരണം നല്ലതാണെന്നറിയാം, മനുഷ്യനെ ഭയക്കുന്നു. പലരും മനുഷ്യനെ ഭയക്കുന്നത് കൊണ്ട് വിഷയം, മനുഷ്യനെ പേടിക്കുന്നതുകൊണ്ട്. സ്തോത്രം. ഞങ്ങളുടെ അച്ഛൻ്റെ ആ രീതി അനുസരിച്ച് പറഞ്ഞ് എങ്ങും പോകുകയില്ല, ഈ കടവിൽ സ്നാനപ്പെടും. ഞങ്ങളുടെ ബോട്ട് ജെട്ടിയുടെ കടവിൽ സ്നാനപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കർത്താവിനെ എൻ്റെ മാതാവും എൻ്റെ പിതാവും എൻ്റെ സഹോദരിയും ആദ്യമായിട്ട് ആ കടവിൽ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാനിടയായി. സ്തോത്രം. ഞങ്ങളുടെ വീട്ടിൽ പെന്തക്കോസ്ത് ആരാധന തുടങ്ങി. സ്തോത്രം. ഈ ആരാധന എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഈ യാക്കോബ് ബൈക്കിലൊക്കെ ആയിരുന്നുണ്ടോ, വന്നോണം, നിന്നോണം, കണ്ടോണം, കേട്ടോണം, പൊക്കോണം. ഇതെല്ലാവരും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സ്തോത്രം. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് പറഞ്ഞത്. വന്നോണം, നിന്നോണം, കണ്ടോണം, കേട്ടോണം,
പൊക്കോണം. ഇങ്ങനെ ഇരിക്കുന്ന ഈ അവസരത്തിൽ ആരെ ആരാധിക്കണമെന്നുള്ളത് മനസ്സിലായി. സത്യത്തിന് വേണ്ടി നിന്നാൽ സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരെ അവനെ ആദരിക്കുന്ന ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വളരെ സന്തോഷമായി. സ്തോത്രം. ഞങ്ങളുടെ വീട്ടിൽ ആത്മീയ ആരാധന തുടങ്ങി. സ്തോത്രം. അതുവരെ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ആരും അങ്ങോട്ട് വന്നിട്ടില്ല. പുള്ളി സ്റ്റേഷന് നല്ല നടപ്പിന് ജാമ്യത്തിന് പോകുമായിരുന്നു. ഒരു ഉപദേശക്കാരും വന്നിട്ടില്ല. വഴിയിൽ കിടക്കുമായിരുന്നു. സ്തോത്രം. ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ വന്ന് ബഹളം വെക്കുമായിരുന്നു. സ്തോത്രം. നാട്ടുകാർ അയൽവാസികളെല്ലാം തമ്മിലടിക്കുമായിരുന്നു. സ്തോത്രം. ഒന്നുമില്ലെങ്കിൽ പള്ളിയിൽ പോകുന്ന പള്ളിയിലെ ഞങ്ങളുടെ ബന്ധുക്കളോട്ട് അടി ഉണ്ടാക്കും. അവസാനത്തെ അടി അങ്ങനെ ആയിരുന്നു 1977. സ്തോത്രം. പുള്ളിക്ക് ഒരു രക്ഷയിലായിരുന്നു. വീട്ടിൽ പള്ളിയിൽ പെരുന്നാളായിരുന്നു. പെരുന്നാളിലടിച്ചു. അവർ നല്ലപോലെ അടിച്ചു. സ്തോത്രം. നേരിട്ടടിക്കാൻ പറ്റത്തില്ല. പുറകിൽ നിന്ന് വലിയ കഴക്ക് അടിച്ച് താഴെയിട്ടാണ്. സ്തോത്രം. അപ്പം അതോടെ നിൽക്കട്ടെ. അതുകൊണ്ട് ഇങ്ങനെ അവസ്ഥയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് മാറിയപ്പോൾ പലരും വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ അന്നത്തെ വികാരിയായിരിക്കുന്ന പ്രിയപ്പെട്ടവൻ ചോദിച്ചത് മരിച്ചാൽ എവിടെ അടക്കും എന്നുള്ളതാണ്. മരിച്ചാൽ സ്തോത്രം. ഇവർക്ക് ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ കല്ലറ കൊണ്ട് തീരുന്ന വിശ്വാസമല്ല. നമുക്ക് കല്ലറ കൊണ്ട് തീരുന്ന വിശ്വാസമല്ല. കല്ലറയ്ക്കപ്പുറത്തെ വിശ്വാസത്തിലൊക്കെ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. കല്ലറയ്ക്കപ്പുറത്തെ വിശ്വാസം. സ്തോത്രം. ഇവർ ചിന്തിക്കുന്നത് ഇത് കല്ലറയിൽ കൊണ്ട് തീരുവെന്ന. കല്ലറയ്ക്കപ്പുറത്ത് ചോദിച്ചൊന്നും പറയാനില്ല നമുക്ക്. പക്ഷെ കല്ലറയ്ക്കപ്പുറത്ത് ചോദിച്ചാലും പറയാനുണ്ട്. സ്തോത്രം. ഇതിന്നത് സംഭവിക്കുമെന്ന് കർത്താവ് മാതൃക കാട്ടിയതാണ്. കർത്താവ് നമ്മളോട് കാണിച്ചതാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സ്തോത്രം. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന അരുളി ചെയ്ത കർത്താവ് നമ്മളോട് പറയുന്നത്. സ്തോത്രം. അങ്ങനെ ഈ ആ വീറിലും ആ സന്തോഷത്തിലും എൻ്റെ പിതാവ് പറഞ്ഞു, എൻ്റെ പറമ്പിലടക്കുമെന്ന് പറഞ്ഞു. ഒരു വിഷയമില്ലെന്ന് പറഞ്ഞു. ആണോന്ന് ചോദിച്ചു. ആണോന്ന് പൊക്കോളാം. സ്തോത്രം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെ ദൈവസഭയുടെ ഒരു പ്രവർത്തനം ആരംഭിക്കണം. അതിന് ഈ മുഖാന്തരം വന്നെങ്കിലേ ഒക്കുകയുള്ളൂ. കർത്താവ് ഇങ്ങനെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. സ്തോത്രം. 3 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. വലിയ സന്തോഷമായി. സ്തോത്രം. കാരണം സ്തോത്രം നിത്യതയിൽ കാണാമല്ലോ. നിത്യതയിൽ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം അതാണ്. നമ്മുടെ വാങ്ങിപ്പോയവരെ നിത്യതയിൽ നമ്മൾ കാണും. അവരെ ഓർത്ത് നമ്മൾ യാകുലപ്പെടരാത്ത കാര്യം അതാണ്. സ്തോത്രം. നമ്മൾ പാടുമ്പോൾ ഇങ്ങനെ പാടും, അക്കരനാടെത്തിയ വിശുദ്ധ സംഘക്കാർ, വിശുദ്ധ സംഘക്കാർ കാത്തുപാർക്കുന്നുണ്ടു നാമും ചേർന്നിടുവാനായി. കാത്തുപാർക്കുന്നുണ്ടു നാമും ചേർന്നിടുവാനായി. നമ്മൾ ചേരും അക്കരെ നാട്ടിൽ. നമ്മളിൽ മുമ്പ് വാങ്ങിപ്പോയവരെ നമ്മൾ മുഖാമുഖമായി കാണും. ഇതാണ് നമ്മുടെ ഉറപ്പും പ്രത്യാശയും. സ്തോത്രം. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന ആൾക്കാരുണ്ടല്ലോ. സ്തോത്രം. ആ പുള്ളി ഇരിക്കുമ്പോൾ ഞങ്ങളെ മരിച്ചത്. സ്തോത്രം. ഉടനെ ഒരു കുട്ടി പറഞ്ഞ് പത്രത്തിലിട്ടു, മനോരമയിലിട്ടു, ഇന്ന ആള് നിത്യതയിൽ ചേർക്കപ്പെട്ടു, ഇന്നടത്ത് വെച്ച് അടക്ക്. സ്തോത്രം. പുള്ളി രാവിലെ പത്രം എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് പറഞ്ഞത് തിരിച്ചായിരുന്നു. സ്തോത്രം. പത്രം നോക്കിയപ്പോഴത്തേക്ക് ഞാൻ അറിയാതെ എൻ്റെ ഇടവകയിൽ ഒരു ശവടക്കം. സ്തോത്രം. അത് സാധാരണ നമ്മളിൽ അന്നത്തെ സമയം ഒരു ശനിയാഴ്ചയാണ് മരിക്കുന്നത്. ശനിയാഴ്ച മരിച്ച പുള്ളിയെ അന്നത്തെ കാലത്ത് ഞായറാഴ്ച അടക്കിയിരിക്കും. അന്ന് സംവിധാനമില്ലല്ലോ. 1982 ഈ സംഭവം. അതുകൊണ്ട് അന്ന് സംവിധാനമില്ല. പിറ്റേ ദിവസം അടക്കിയിരിക്കും. എല്ലാവരും അത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഞായറാഴ്ച അടക്കിയില്ല. ശനിയാഴ്ച മരിച്ചു വെച്ച് ഞായറാഴ്ച ഇരുന്നു. തിങ്കളാഴ്ച എത്തി. തിങ്കളാഴ്ച ഭയങ്കര പ്രശ്നമായി. സ്തോത്രം. നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. സ്തോത്രം. പെന്തിക്കോസുകാരുടെ വീട്ടിൽ പാട്ടും പ്രാർത്ഥനയും ഭയങ്കര അനുഗ്രഹവും ഭയങ്കര വചന ശുശ്രൂഷയും. ചാരായം പൊട്ടിക്കുക, കുപ്പി പൊട്ടിക്കുക, പെന്തിക്കോസുകാരെ തെറി പറയുക. ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന സംഭവം. പിന്നെ ഞങ്ങളുടെ അമ്മയെ തെറി പറയുക. സ്തോത്രം. ഇങ്ങനെയാണ് അങ്ങനെ രാത്രി കഴിച്ചു കൂട്ടുന്നത്. രാത്രി കഴിച്ചു കൂട്ടി തിങ്കളാഴ്ച ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം സ്പഷ്ടമായി. അച്ഛൻ വരത്തില്ലെന്നുള്ള കാര്യം സ്പഷ്ടമായി. സ്തോത്രം. ഉടനെ ഏതാണ്ടൊരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ നാട്ടുകാരെ സംഘടിച്ചു. അദ്ദേഹം വേറൊന്നും ചെയ്തില്ലല്ലോ.
നേരത്തെ ഞങ്ങൾക്കറിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവം. നോക്കണം, അങ്ങനെ ബുദ്ധി തുറക്കുന്ന ചിലരുണ്ട്, ശ്രദ്ധിക്കണം. സ്തോത്രം. അടുത്തത് സ്തോത്രം, പറമ്പിൽ കുഴി വെച്ച് ഇന്നത്തെ ആർഭാടകങ്ങളൊന്നുമില്ല. സങ്കീർത്തനം വായിച്ചത് ഞങ്ങളുടെ അവിടെ ഒന്ന് പ്രവർത്തിക്കുന്ന പാസ്റ്റർ, ഈ പാസ്റ്റർ എങ്ങനെ വരുത്തുന്നറിയാവോ? അന്ന് അനുകൂലപ്പെട്ട ഒരു കുടുംബം ഞങ്ങൾക്കുണ്ട്, അവിടെ പാസ്റ്റർ പോയിരിക്കുകയാണ്, ഇങ്ങോട്ട് കയറ്റത്തില്ല. സ്തോത്രം. അങ്ങനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ സ്തോത്രം അടക്കാനായിട്ട് ക്രമീകരണം ചെയ്തു. സങ്കീർത്തനം വായിച്ചത്, കൊരിന്ത്യർ ലേഖനം വായിച്ചത്, തെസ്സലോനിക്ക ലേഖനം വായിച്ചത്, വെളിപ്പാട് പുസ്തകം വായിച്ചത് എല്ലാം ഞങ്ങളുടെ പാസ്റ്റർ തന്നെ. ആൾ കൂടിയുണ്ട് ശവടക്കുന്നൊരു പ്രസക്തിയില്ല കേട്ടോ. സ്തോത്രം. അത് നമ്മുടെ ഒരു ധാരണയെന്നേ ഉള്ളൂ, ആർക്കും മരിച്ചു കഴിഞ്ഞാൽ അടക്കാം. സ്തോത്രം. അതാണ് എൻ്റെ പ്രസക്തി, അതാണ്. സ്തോത്രം. നമ്മളൊക്കെ അതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ഇന്നത്തെ കാലത്ത് ഞാൻ 35 കൊല്ലമായതുകൊണ്ട് 22 വയസ്സ് മുതൽ സഭാശുശ്രൂഷകനാണ്. മരിച്ചു കഴിഞ്ഞാൽ ഉടൻ നമ്മളോട് ചോദിക്കുന്നത് ആരെ വർഷം അടക്കാൻ വിളിക്കേണ്ടതെന്ന് ചോദിക്കും. ഇതൊന്നും ലൈവ് ഇടരുത്. സ്തോത്രം. അനുഭവമാണ് പറയുന്നത്. സ്തോത്രം. ഇല്ലല്ലോ. ആ സ്തോത്രം. ആരെയാണ് അടക്കാൻ വിളിക്കുന്നത് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനെന്നെ പ്രസക്തി. സ്തോത്രം. മരിച്ച ആൾ സ്വർഗത്തിൽ പോയി നമുക്ക് ഉറപ്പുണ്ടല്ലോ. ഭൗതിക ശരീരം ഉയർക്കുന്നൊരു ദിവസമുണ്ട് നമുക്കറിയാം. അവനവൻ ശരീരത്തിരിക്കും നല്ല രീതിയിലും തീയതിയിലും തക്കോണം പ്രാപിപ്പാൻ തക്കോണം ഇതെല്ലാം സംഭവിക്കും നമുക്കറിയാം. സ്തോത്രം. ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയാമല്ലോ. ഈ കുഴിവെട്ടാൻ കൂടിയ നമ്മുടെ യൂട്യൂബിൽ ഞങ്ങളുടെ അയലോക്കംകാരനാണ് നമ്മുടെ അനീഷ്. ഞങ്ങളുടെ ഇവിടെ നിന്ന് നമ്മുടെ അങ്ങനത്തെ റോഡിന് അങ്ങേ സൈഡിൽ പോകുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ ഇവിടെ കുഞ്ഞുണ്ടായിരുന്നു. അവൻ്റെ പ്രായമുള്ളപ്പോഴത്തേക്ക് കളിക്കാൻ വരുമ്പോൾ അന്യഭാഷ നമ്മളെ കളിയാക്കിയാണ് പറയുന്നത്. നമ്മളെ കളിയാക്കിയാണ് പറയുന്നത്. കാരണം ഞങ്ങൾ ഒറ്റപ്പെട്ടവരാണ്. പക്ഷെ ഒരു കാര്യമാണ്, എല്ലാവരും ഔഷധം പ്രാപിച്ചവരാ. എല്ലാവരും ഔഷധം പ്രാപിച്ചതായതുകൊണ്ട് ആരാധന ശക്തി അങ്ങനെ വെളിപ്പെടുകയാണ്. അപ്പോൾ ഇവന് ഈ അന്യഭാഷ പറഞ്ഞ് ബോൾ ചെയ്യുകയുള്ളൂ. കുട്ടിക്കുലും കളിക്കുകയാണെങ്കിൽ ഇവൻ അത് ചെയ്യുകയുള്ളൂ. സ്വതന്ത്രം നമ്മളെ കളിക്കുന്ന പറയുന്നത്, നീ ഞങ്ങളെയല്ല ഒഴിക്കുന്നത്, നീ ആത്മാവിനെ നിന്ന് ലോകം മുഴുവൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. സ്തോത്രം. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഈ കുഴിവെട്ട അച്ഛൻ്റെ ഒരു സ്നേഹിതനാണ്. അങ്ങനെ സ്നേഹിതരായാലെല്ലാം വന്ന് കൂടിക്കോ, സ്നേഹിതർക്ക് ഒരു ഇതുണ്ടല്ലോ, ആ ഒരു എല്ലാവരും കൂടി വെട്ടി അവരെല്ലാം സ്നാനപ്പെട്ടു. അനീഷിൻ്റെ ഫാദർ സ്നാനപ്പെട്ടില്ല, അനീഷാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അതൊരു പ്രത്യേക കാരണമുണ്ട്. സ്തോത്രം. അത് ഇപ്പോൾ അതിന് ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു. പക്ഷേ മറ്റുള്ളവർ മുഴുവൻ സ്തോത്രം ആരെല്ലാം അതിന് സ്തോത്രം പ്രോത്സാഹനം കൊടുത്തോ അവരെല്ലാ കുടുംബങ്ങളും ദൈവത്തെ ആരാധിപ്പാൻ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ഇന്ന് ഞങ്ങളുടെ ഇടയിൽ ഇല്ലാത്ത പെന്തിക്കോസുകാരില്ല. സ്തോത്രം. അഭിമാനമാണ് നമുക്ക്. പ്രിയമുള്ളവരെ, നമ്മളെ ലജ്ജിക്കരുത്, നമുക്ക് അഭിമാനമാണ്. സ്തോത്രം. ഈ മാർഗത്തിലേക്ക് നമ്മൾ നയിക്കുന്നത് നമുക്ക് അഭിമാനമാണ്. സ്തോത്രം. ഇതിവിടം കൊണ്ട് തീരുന്നതല്ല. അതുകൊണ്ട് സ്തോത്രം ദൈവസന്നിധിയിൽ വിലപ്പെട്ട അനുഭവങ്ങളെ പങ്കുവെച്ചത് കൊണ്ട് സ്തോത്രം അന്ന് പരിഹസിച്ചവരെ ഇന്ന് വിളിച്ച് പ്രാർത്ഥിപ്പിക്കും. സ്തോത്രം. ഒരു വലിയ മർമ്മം അതിലുണ്ട്. സ്തോത്രം. നമ്മുടെ സ്ഥാപനങ്ങളിലോ നമ്മുടെ ജോലി സ്ഥലങ്ങളിലോ ആര് നമ്മളെ പരിഹസിക്കുന്നുവോ അവർ നമ്മളെ വെച്ച് പ്രാർത്ഥിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് തന്നെയാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വളരെ സന്തോഷം. ഹല്ലേലൂയ. ഇങ്ങനെയാണ് കുട്ടനാട്ടിൽ കാവാലം എന്ന ദേശത്ത് പെന്തക്കോസ്ത് പ്രവർത്തനം ആരംഭിക്കുവാൻ കർത്താവ് ഇടയാക്കിയത്. സ്തോത്രം. എനിക്ക് വളരെ സന്തോഷം തോന്നി. 103-ാം സങ്കീർത്തനം ഇവിടെ വായിച്ച് സ്തോത്രം കർത്താവ് അല്പസമയം ദൈവം സംസാരിച്ചു. സ്തോത്രം. വളരെ ശക്തമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ്. 102-ാം സങ്കീർത്തനം നമുക്കറിയാം, അരിഷ്ടൻ്റെ പ്രാർത്ഥനയാണ്. ഞാൻ മുകളിലിരിക്കുക തനിച്ചിരിക്കുന്ന കുരുകിൽ പോടെയും ശൂന്യസ്ഥലത്തിരിക്കുന്ന മൂങ്ങാ പോലെയുമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ 103-ാം സങ്കീർത്തനം പ്രത്യാശയുടെ തികവ് വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ആ ദൈവസന്നിധിയിൽ നമ്മൾ ഓരോ ഭാഗങ്ങളും വായിച്ചു വരുമ്പോൾ അതിൻ്റെ മഹത്തകരമായ അനുഭവം. പാട്ടുപാടുന്ന സമയത്ത് ഈ ലൂക്കോസ് സുവിശേഷം വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ലൂക്കോസ് സുവിശേഷത്തിൻ്റെ ഒരു ആ അധ്യായത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവ് ഉപദേശം കൈക്കൊണ്ടാൽ അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹം വന്നാൽ അനുഗ്രഹത്തിന് നിറവ് നീ അനുഭവിക്കും. സ്തോത്രം. ഇതാണ് സ്തോത്രം ആ ഉപദേശത്തിൻ്റെ പ്രത്യേകത. നമ്മൾ ഉപദേശം കൈക്കൊണ്ട് നമുക്ക് സന്തോഷമുള്ളേ.
സ്തോത്രം. ഇന്ന് പകലിൽ പ്രാർത്ഥിച്ചാൽ അതിനൊരു മറുപടി കർത്താവ് നമുക്ക് നൽകുന്നു. സ്തോത്രം. ദൈവ പ്രവൃത്തി നമ്മുടെ നടുവിൽ കർത്താവ് വെളിപ്പെടുത്തുന്നു. സ്തോത്രം. ഇന്ന് പകലിൽ ഒരു വേദചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്ത് വേഗത്തിൽ ഞാൻ ഇരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. 56 സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ സ്തോത്രം 8-ാം വാക്യം ഒന്ന് വായിക്കാം. സ്തോത്രം. 8ഉം 9ഉം വേദഭാഗം. ഇവിടെ വായിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചേ. നീ എൻ്റെ ഉഴൽച്ചകളെ എന്ന് പറയുന്നു, എണ്ണുന്നു. സ്തോത്രം. എണ്ണെന്ന് പറഞ്ഞാൽ നീ എൻ്റെ ഉഴൽച്ച എന്ന് പറഞ്ഞാൽ മൂലഭാഷയിൽ കഷ്ടത എന്നാണ്. സ്തോത്രം. നീ എൻ്റെ കഷ്ടത എന്ത് ചെയ്യുന്നു? എണ്ണുന്നു. സ്തോത്രം. ഇന്ന് നമ്മൾ നിന്ന് തിരിഞ്ഞാലേ സ്തോത്രം, ഈ ഭക്തനായിരിക്കുന്ന ഇയ്യോബിൻ്റെ അത് വായിക്കണേ, വേദഭാഗം വായിക്കണേ, വിട്ടുകളായിരുന്നു. സ്തോത്രം. ഇയ്യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെയാണ് ഇയ്യോബ് പറയുന്നത്: 6 കഷ്ടതയിൽ നിന്നും നിന്നെ വിടുവിച്ചവൻ 7-ാമത്തതിലും തൊടുകയില്ല. ഇന്ന് പകലിൽ ഞാൻ പ്രാർത്ഥിച്ച് ദൈവവചനം എനിക്ക് തന്നതാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു തിന്മ നിന്നെ സ്തോത്രം വേട്ടക്കാരൻ കണി പൊട്ടിച്ചു വിടുന്നത് പോലെ കണി പൊട്ടിച്ചു വിട്ട ഒരു അനുഭവം എടുത്തു പറയുവാനുണ്ടെങ്കിലും ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് സ്തോത്രം, 6 കഷ്ടതയിൽ നിന്ന് വിടുവിച്ചവൻ 7-ാമത്തിലും തിന്മന്നിനെ തൊടുകയില്ല. അത് ദൈവദിനത്തിന്റെ വ്യവസ്ഥയത്രേ. സ്തോത്രം. അതുകൊണ്ട് വിടുതൽ ദൈവത്തിന്റെ പദ്ധതിയിൽ സ്തോത്രം ദൈവത്തിന്റെ ജനത്തിന് വേണ്ടിയുള്ളതാത്രേ. സ്തോത്രം. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, 7-ാമത്തത് 6 കഷ്ടതയിൽ നിന്ന് വിടുവിച്ചത് ഓർക്കുക. 7-ാമത്തിലും തിന്മ നിന്നെ എന്ത് ചെയ്യില്ല? തൊടുകയില്ല. സ്തോത്രം. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നന്നായി അറിയാം. ജീവിതത്തിന്റെ ചില അവസ്ഥകളിൽ ഞരങ്ങുന്നവർ ഇന്ന് പകലിൽ നമ്മുടെ നടുവിലുണ്ട്. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് ഒരു ഉറപ്പായി ഇന്ന് പകലിൽ ഓർപ്പിച്ചുണർത്തുന്നു. ഹല്ലേലൂയ. 6 കഷ്ടതയിൽ നിന്നെ വിടുവിച്ചവൻ 7-ാമത്തതിലും തിന്മ നിന്നെ തൊടുകയില്ല. വചനത്തിന്റെ ശക്തിയതത്രേ. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, ദൈവം നമ്മളെ ഒന്ന് ധൈര്യപ്പെടുത്തുകയാണ്. സ്തോത്രം. ബലപ്പെടുത്തുകയാണ്. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. സ്തോത്രം. അപ്പൊ ആരറിയാനാന്ന് ചിന്തിക്കുന്നുവെങ്കിലും സ്തോത്രം, കർത്താവ് പറയുന്നത് സ്തോത്രം, നിന്റെ കണ്ണുനീരിനെ ഞാൻ എവിടാക്കി വെച്ചിരിക്കുന്ന? തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്ന. സ്തോത്രം. ഈ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്നതിന് ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, പ്രാർത്ഥനയുടെ മറുപടി അക്കമിട്ട് അവൻ പ്രവർത്തിക്കുന്ന ദൈവമെന്ന് ഒരിക്കൽ കൂടി ഒന്ന് വരച്ച് കാട്ടുവാൻ നിന്റെ കണ്ണുനീരിനെ മറികടന്ന് എന്റെ ദൈവത്തിന് മറ്റൊന്ന് ചെയ്യുവാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇന്ന് പകലിൽ ആത്മാവിൽ നാം ബലമേറ്റെടുക്കണം. ആത്മാവിൽ നാം ശക്തി ഏറ്റെടുക്കണം. ദൈവത്തിന്റെ കരങ്ങളിൽ നാം ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. ഒരിക്കലേ ഈ കർത്താവ് പോകുന്നിടത്തെല്ലാം വലിയ ഘോഷയാത്രയിൽ ഈ നയിൻ പട്ടണത്തിലേക്ക് കർത്താവ് ചെന്നു. പട്ടണത്തിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ഈ ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വേദഭാഗത്തിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാണ്ടൊക്കെയാകുന്നത് അവിടുന്ന് ഒരു ഘോഷയാത്ര, ഒരു വിലാപയാത്ര ഇങ്ങോട്ട് ഇറങ്ങി വരിക. കർത്താവിൻ്റെ കൂട്ടത്തിലുള്ളത് അത്ഭുതം കണ്ടവർ, അടയാളം കണ്ടവർ, വീര്യപ്രവൃത്തികൾ രുചിച്ചറിഞ്ഞവർ, കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിച്ചവർ, മുടന്തർ, ചെകിടർ, ഊമർ എന്ന് വേണ്ട നാനാജാതി പിടിച്ചവർ സൗഖ്യമേറ്റെടുത്ത് കർത്താവിൻ്റെ കൂട്ടത്തിൽ നിൽക്കുക. സ്തോത്രം. അവിടുന്ന് ഒരു കൂട്ടര് സ്തോത്രം പട്ടണത്തിന്റെ പുറത്തേക്ക് വരികയാണ്, മഞ്ചം ചുമന്ന്. സ്തോത്രം. ശ്രദ്ധിക്കപ്പെടുക. സ്തോത്രം. മരണപാശങ്ങൾ നിന്നെ ചുറ്റി, പാതാള വേദനകൾ നിന്നെ പിടിച്ചു, കഷ്ടവും സങ്കടവും നീ അനുഭവിച്ചു. എന്നാൽ രട്ടഴിച്ചു മാറ്റി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്, രട്ടഴിപ്പാൻ കഴിയുന്നവൻ നമ്മുടെ നടുവിലുണ്ട്. നമ്മുടെ മുന്നിലുണ്ട്. വിലാപത്തെ നൃത്തമാക്കി തീർത്തതുപോലെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഓർപ്പിക്കുന്നത്, ഹല്ലേലൂയ, സന്തോഷമുടിപ്പിച്ചവൻ. ചില വിഷയത്തിൽ കർത്താവ് തൊടുവാൻ പോകുക. സ്വത്രം. ചില വിഷയത്തിൽ കർത്താവ് കടന്നു വന്ന് കർത്താവ് കണ്ടപ്പം ഈ കർത്താവിനൊരു പ്രത്യേകതയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പലരും വാക്കുകൾ അവിടെ നല്ല നിലകളിൽ
നല്ല വാക്കുകളൊക്കെ പറഞ്ഞിട്ട് സ്തോത്രം മടങ്ങിപ്പോകുന്ന അവരുടെ കൂട്ടത്തിലുണ്ട്. സ്തോത്രം ഈ സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, സ്തോത്രം എന്ത് ചെയ്യേണ്ടെന്ന് പറഞ്ഞു, കരയണ്ട. അങ്ങനെ ആർക്ക് പറ്റും? സ്തോത്രം നമ്മൾ അങ്ങനെ ഒരു ഒത്തിരി സ്ഥലത്ത് അടക്കനും സ്തോത്രം നമ്മൾ കൂടുതലും ഈ അനുശോചനം പറയുന്ന, എനിക്കതിനോട് ഒട്ടും യോജിപ്പില്ല. ഞാൻ അനുശോചനം പറയാറില്ല, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. സ്തോത്രം എന്നാണ് പറയേണ്ടത്. കാരണം ശോധനയുടെ മരണമല്ലല്ലോ. പ്രത്യാശയോടെ കടന്നു പോയിരിക്കുന്ന ആളിൻ്റെ മുമ്പിൽ നമ്മൾ സാധാരണ പറയുന്നത് എങ്ങനെയാണ്? അനുശോചനം രേഖപ്പെടുത്തുക. സ്തോത്രം അത് വാസ്തവത്തിൽ പറയുന്നവരുണ്ട്, അവർ പറഞ്ഞോട്ടെ. നമ്മൾ പറയുന്ന സ്തോത്രം പ്രത്യാശയുടെ വാക്കുകൾ ഉച്ചരിച്ച് ആത്മാവിൽ അവരെ നിലനിർത്തേണ്ടതിന് വേണ്ടി പ്രാർത്ഥനയുടെ പിൻബലം നിങ്ങൾക്കുണ്ടാകും. ഇതല്ല നല്ല വാക്ക്. ശോധനം പറഞ്ഞാൽ ആർക്കാ വേദന മാറുന്നത്? സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം ഇങ്ങനെ പറഞ്ഞ പലരും ഉണ്ട്. പക്ഷെ കർത്താവ് മുഖത്ത് നോക്കി പറഞ്ഞു, സ്ത്രീയെ ഇനി എന്ത് ചെയ്യണ്ട, കരയണ്ട എന്ന് പറഞ്ഞു. ഉടനെ എല്ലാവരും കർത്താവിനെ നോക്കി. ഇത്രേ ഇങ്ങനെ ഉണ്ടോ ആള്? നമ്മൾ പറയും കരഞ്ഞു മാറട്ടെ. നമ്മൾ പറയും കരഞ്ഞു തടസ്സപ്പെടുത്തിട്ട് കരഞ്ഞോട്ടെ 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 എന്ന് പറയും. ഞാനും പറയും നിങ്ങൾ തടസ്സപ്പെടുത്തേണ്ട. കാരണം വെച്ചാൽ മനുഷ്യൻ്റെ ഫീലിംഗ് മാറാനായിട്ട് നമ്മൾ പറയും എന്ന് പറയട്ടെ, കരഞ്ഞോട്ടെന്ന് പറയും. പക്ഷേ സ്വതന്ത്രം കർത്താവ് സ്വതന്ത്രം പറയുന്നത് അടിവരയിട്ടാണ് പറയുന്നത്. അടിവരയിട്ടാണ് പറയുന്നത്. ഇനി നീ എന്ത് ചെയ്യണ്ട, ഈ വിഷയത്തിൽ കരയേണ്ടെന്ന്. ഇന്ന് ചില പ്രശ്നത്തോട് വന്നവരുണ്ടെങ്കിൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് അതിന് കർത്താവ് അടിവരയിട്ട് ഒരു തീരുമാനത്തോടെ നീ ഇവിടുന്ന് അയക്കുകയുള്ളൂ. ദൈവാത്മാവിന്റെ പ്രവൃത്തി ഇന്ന് പകലിൽ വെളിപ്പെടുത്തുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ എന്റെ ഉടൽച്ചകളെ എണ്ണുന്നുവെന്ന് പറഞ്ഞാൽ ദൈവം അറിയാതെ, കർത്താവ് അറിയാതെ ഒരു കഷ്ടത നിനക്കില്ല. അതുകൊണ്ട് സ്തോത്രം ഈ കർത്താവ് സ്തോത്രം അടുത്തതുണ്ടല്ലോ, അവൾ കരയുന്ന വിഷയത്തിലേക്കാ തിരിഞ്ഞ്. അവൾ കരയുന്ന വിഷയത്തിലേക്കാ തിരിഞ്ഞ്. കർത്താവ് തിരിഞ്ഞത് സ്തോത്രം കരയുന്ന വിഷയത്തിന്റെ അടുക്കലേക്ക് വന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ കർത്താവ് അവളോട് പറഞ്ഞു, ശ്രദ്ധിക്കണം, സ്ത്രീയെ കരയണ്ട. കർത്താവ് മഞ്ചം തൊട്ടു. മഞ്ചം തൊട്ടിട്ട് ഈ മരിച്ചു കിടക്കുന്നവരുടെ കർത്താവിന് പറയാനുണ്ട്. എന്താ പറയുന്നത്? ബാല്യക്കാരാ. സ്തോത്രം. ആരെങ്കിലും സമ്മതിക്കൂ? സ്തോത്രം. ഉടനെ ക്ഷണിത്തൽ. സ്തോത്രം. ബാല്യക്കാരൻ എന്ത് ചെയ്തു? എഴുന്നേറ്റു. എല്ലാവർക്കും അതിശയമായി. സ്തോത്രം. ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് സ്തോത്രം ചിലത് മരിച്ച ആ വിഷയം നീ പ്രാർത്ഥിക്കണ്ട. സ്തോത്രം. ചിലത് നമ്മൾ തന്നെ മറന്നു. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയപ്പെടുന്നത് അതിൻ്റെ പിന്നിൽ ഒരു ദൈവാലോചന ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നിൽ ഒരു ദൈവാലോചന ഉണ്ടായിരുന്നു. സ്തോത്രം. നീ ഉള്ളതിൽ തൃപ്തനായി ഇന്ന് പകൽ ഇരിക്കുകയാണ്. എന്നാൽ കർത്താവ് പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, അതിന്റെ പിന്നിൽ എനിക്കൊരു ശബ്ദം പുറപ്പെടുവിക്കാനുണ്ട്. എനിക്ക് ഒരു ശബ്ദം നിന്നെ കേൾപ്പിക്കുവാനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിൽ തകർന്നു കിടക്കുന്ന ആ വ്യക്തിയോട് പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, സ്ത്രീയെ നീ കരയേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിന്റെ കണ്ണുനീരിന് മറുപടിയായി യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നിങ്ങളെ ജയമെടുക്കുന്നതാണ്. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നിങ്ങൾ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. അവനെ തൊട്ട് എഴുന്നേൽപ്പിച്ചു. ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. മഞ്ചം തൊട്ടപ്പോഴേ അവന് ജീവൻ വീണു. സ്തോത്രം. ഇന്ന് പകലിൽ കർത്താവ് പറഞ്ഞു, ഉണങ്ങിയ അസ്ഥികളെ എൻ്റെ വചനം കേൾപ്പീൻ. ചോദ്യം യെസ്കേലിനോട് ചോദിച്ചു. സ്തോത്രം. ഈ ഉണങ്ങിയ അസ്ഥികളെ ജീവിക്കുമോ എന്ന് ചോദിച്ചു. ഉടൻ യെസ്കേൽ കൈമലർത്തി. എൻ്റെ കർത്താവിനറിയാം. സ്തോത്രം. ഉടനെ ഹല്ലേലൂയ. വചനത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ജീവന്റെ തുടിപ്പ് പകരുന്ന ശക്തിയാണ് ദൈവവചനത്തിന്റെ ശബ്ദം. സ്തോത്രം. അതുകൊണ്ട് ബാല്യക്കാരൻ എഴുന്നേറ്റിരുന്നു. ബാല്യക്കാരൻ എഴുന്നേറ്റിരുന്നപ്പോൾ സ്തോത്രം അതുവരെ ജീവിതത്തിൽ
ഒരു കാര്യം നമുക്ക് സ്പഷ്ടമായി മനസ്സിലാകുന്നത്, സ്തോത്രം, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ദൃഷ്ടിക്ക് അത് അതിശയമാണ്. നമ്മുടെ ദൃഷ്ടിക്ക് അത് അതിശയമാണ്. അങ്ങനെ സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ, സ്തോത്രം, അങ്ങനെ സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഇന്ന് പകലിൽ അത് പോഷത്വമാണ്. ഇന്ന് പകലിൽ ദൈവാത്മാവിന് കഴിയാത്തത് എൻ്റെ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. എൻ്റെ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. ഇന്ന് പകലിൽ ആ കരത്തിന്റെ ശക്തി, ഓ നിന്റെ ഹല്ലേലൂയ, ഓ നിന്റെ ദാസന്റെ ശിരസിന്മേൽ വെക്കട്ടെ. അധികാരത്തോട് കൽപ്പിക്കുന്നു. അങ്ങനെ മഞ്ചം ചുമന്നവർ നിന്നു. സ്തോത്രം. മഞ്ചം തൊട്ട്, ചില വിഷയത്തിൽ കർത്താവ് തൊട്ട്, ചില വിഷയത്തിൽ കർത്താവ് സംസാരിച്ച് സ്ത്രീയോട് പറഞ്ഞത് നീ കരയണ്ട എന്നാണ്. സ്തോത്രം. ഒരിക്കലേ ചില വർഷങ്ങൾക്ക് മുമ്പ്, ഹല്ലേലൂയ, ഞങ്ങൾ ഒരു വീട് വിസിറ്റ് ചെയ്യുകയാണ്. ഞാൻ ഇടുക്കി ജില്ലയിൽ ഹൈറേഞ്ചിൻ്റെ പ്രദേശത്ത് മഹത്വമുള്ള വേലയിലായിരിക്കുന്ന സന്ദർഭത്തിൽ, സ്തോത്രം, 7 വർഷമായിട്ട് തളർവാദം വന്ന് പിടിച്ച്, സ്തോത്രം, 2 ആമക്കളാണ് ആ വീട്ടിലുള്ളത്. ഹല്ലേലൂയ. അവർ ഒരുത്തൻ ബികോം പാസ്സായി. അവന്, സ്തോത്രം, അവിടുത്തെ കോപ്പറേറ്റീവ് ബാങ്കിൽ, സ്തോത്രം, ഒരു പ്രാക്ടീസിനായിട്ട് കടന്നു പോകുന്നു. ഒരുത്തൻ കാർപ്പൻ്ററാണ്. സ്തോത്രം. ഇങ്ങനെ ഇരിക്കുന്ന ഈ അവസരത്തിൽ ഈ പിള്ളേർ 2 രാവിലെ പോകാൻ നേരത്ത്, സ്തോത്രം, ഈ മാതാവിന് ഫുഡെല്ലാം ശരിയാക്കിയിട്ട് അടുത്തൊരു മേശയിൽ, സ്തോത്രം, മേശയിട്ട്, സ്തോത്രം, അതിന് ഈ ഫുഡെല്ലാം ഒരുക്കി വെക്കും. ഒരുക്കി വെച്ചിട്ട് അവർ പോകും. അവർ, സ്തോത്രം, അവിടെ നിന്ന്, സ്തോത്രം, അത് കൈകൊണ്ടെത്തിച്ച് വാരി കഴിക്കും. സ്തോത്രം. ഇങ്ങനെ ഇരിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങളവിടെ ചെന്ന്, സ്തോത്രം, ഉടൻ പറഞ്ഞ കഥ ഇങ്ങനെ ചാരിയിട്ടിരിക്കുകയാണ്. ഒരു വലിയ മലയുടെ മണ്ടയാണ്. സ്തോത്രം. കരയിൽ ചെന്ന് വെച്ച്, സ്തോത്രം, ഈ കഥ അവർ വിളിച്ചപ്പോഴേ പറഞ്ഞ കഥ തുറന്ന് കയറിപ്പോരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളവിടെ പറഞ്ഞു 7 വർഷമായി, സ്തോത്രം, തളർവാദം വന്നിട്ട് പിള്ളേരെ എഴുന്നേപ്പിച്ചിരുത്തി കാര്യങ്ങളെല്ലാം നടത്തിയ ചെണ്ണ പോയത്. എഴുന്നേക്കാനും കട്ടിലിന് പുറത്തോട്ട് ഇറങ്ങാനും പറ്റാത്തൊരു പശ്ചാത്തലത്തിലാണ്. സ്തോത്രം. എന്നാലേ അവിടെ ഈ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. ദൈവത്തിൻ്റെ വചനം, ഈ ദൈവവചനത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവവചനത്തിന് പ്രത്യേകതയുണ്ട്. സ്തോത്രം. അത്, സ്തോത്രം, മുമ്പേ നമ്മൾ ആരാധിച്ചപ്പോൾ, സ്തോത്രം, ഈ പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ വാതിക്കൽ ചെന്നപ്പോൾ, സ്തോത്രം, ഈ പത്രോസിനോട് പറഞ്ഞ കർത്താവ് ഒരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സ്തോത്രം. എല്ലാവരുടെ ചോദിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? സ്തോത്രം. നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? ലോകം എന്നെ ആരെന്ന് പറയുന്നു ചോദിച്ചു. ആദ്യം പറയുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരമ്യാവാന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഉടനെ മറ്റു ചിലർ പറഞ്ഞു ഇല്ല, പ്രവാചകന്മാരിൽ ഒരുവനാന്ന് പറയുന്നു. ചിലർ പറയുന്നു യോഹന്നാനാണെന്ന്, ചിലർ പറയുന്നു ഏലിയാവാണെന്ന്. കർത്താവ് കേട്ടുമടുത്തിട്ട് ഉടനെ, സ്തോത്രം, ഇപ്പോൾ കർത്താവ് ചോദിച്ചത് ആരോടാണെന്നറിയാമോ? ലോകത്തിലുള്ളവർ എന്നെക്കുറിച്ച് എന്താ പറയുന്നു എന്നാണ് ചോദിച്ചത്. ഉടനെ കർത്താവ് ഇവരോട് ചോദിച്ച്, നിങ്ങൾ, അവർ പോട്ടെ, നമ്മളോട് ചോദിക്കും. സ്തോത്രം. നമുക്കാരായിട്ടാണ് കർത്താവ് വെളിപ്പെട്ടിരിക്കുന്നത്? നമ്മളോട് ചോദിക്കും, നമുക്കാരായിട്ടാണ് കർത്താവ്? അങ്ങനെയെങ്കിലേ സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ. സ്തോത്രം. അപ്പോൾ ഈ കർത്താവിനോട്, സ്തോത്രം, ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്, സ്തോത്രം, നമ്മളാണെങ്കിൽ ചർച്ചിലൊരു കാര്യം വന്നാൽ ഉടൻ, സ്തോത്രം, മുട്ടുസൂചി താഴെയിട്ട കേൾക്കുമല്ലോ. ചർച്ചിലൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ സണ്ണിച്ചാൻ ഒരു കാര്യം സഭയുടെ കുറിച്ച് പറയുകയാണ്. ഉടനെ എല്ലാവരും മൗനത പാലിച്ചിട്ടിരിക്കുക. കാരണം വെച്ചാൽ അഭിപ്രായം തിരിച്ചെന്നാണ്. ഞാൻ എൻ്റെ അനുഭവം വെച്ചാൽ പറയുന്നത്. സ്തോത്രം. കാരണം ചോദിച്ചാൽ ഞങ്ങൾ അനുഭവിക്കുന്നതാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സ്തോത്രം. അല്ല, സ്തോത്രം. ഉടനെ അടുത്തിരിക്കുന്ന ഒരാൾ ചെവിയിൽ പറഞ്ഞു, ഇത് ഇപ്പോൾ പറയേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ എന്നാന്നറിയത്തില്ല. സ്തോത്രം. എന്തായാലും ഏതൊക്കെയാലും ഞാനൊന്നും മിണ്ടുന്നില്ല. നമ്മൾ ചിലരെന്ത് ചെയ്യുന്നറിയാവോ? ഇങ്ങനെ കാണിക്കുന്നുണ്ട്. സ്തോത്രം. ആരും കുഴപ്പമില്ല. സഭയുടെ പീരീഡിൽ 22 വയസ്സ് മുതൽ ഇരുന്നുകൊണ്ടാണ്. സ്തോത്രം. ഇപ്പോഴും ശുശ്രൂഷകനായിരിക്കുന്നതുകൊണ്ട് എനിക്ക് തുറന്നു പറയാൻ പറ്റുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുള്ളൂ. ഉടനെ ചില പത്രോസന്മാരുണ്ട്, ഒത്താലൊക്കട്ടെ. സ്തോത്രം. പോയ ഒരു വാക്കല്ലേ. സ്തോത്രം. സ്തോത്രം. ഉടനെ ഈ പത്രോസന്മാർക്ക് ഒരു കുഴപ്പമില്ലയോ? മറ്റെല്ലാവരും കൂടി ഇദ്ദേഹത്തെ തീ കോരിയിടും. എന്നാ കാര്യത്തിൽ പറഞ്ഞേ? സ്തോത്രം. അദ്ദേഹത്തിന് സഭയിലും വിഷയമുണ്ട്, വീട്ടിൽ ചെന്നാൽ വീട്ടിലും പ്രശ്നമുണ്ട്. സ്തോത്രം. ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ.
സ്വോത്രം, മറ്റൊന്നുമില്ല. അപ്പോൾ എത്തിക്കട്ടെ. സ്വോത്രം. ഏതൊക്കെയായാലും പത്രോസിനോട് പറഞ്ഞു, സ്വോത്രം, എനിക്ക് ദൈവം നൽകുന്ന വെളിപ്പാടിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഞാൻ. സ്വോത്രം. അതുകൊണ്ട് സ്വോത്രം, കർത്താവ് സ്വോത്രം, ഈ പത്രോസ് ഇങ്ങനെ പറഞ്ഞു. പത്രോസ് പറഞ്ഞു, ഒറ്റ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന. ഉടൻ കർത്താവ് ഒരു മർമ്മം പറഞ്ഞു. നമുക്കറിയണോ? ചെവി കടിച്ചു കുറിച്ച് പറഞ്ഞതല്ല. അതിന് കർത്താവ് പറഞ്ഞു ഉദാഹരണമാണ്, ജഡരക്തങ്ങൾ. അതാണ് അതിനകത്തെ മർമ്മം. അതിനകത്തെ മർമ്മം അതാണ്. സ്വോത്രം. ഇത് ചെവി കടിച്ച് പറഞ്ഞതല്ല. ഇന്നതുപോലെ പറയണം കേട്ടോ എന്ന് പറഞ്ഞിട്ടല്ല. സ്വോത്രം. ഉടനെ സ്വോത്രം കർത്താവ് പറഞ്ഞു. ഈ കർത്താവ് ആൻസർ കൊടുത്താലുണ്ടല്ലോ ക്ലിയറാ. കർത്താവ് സംസാരിച്ച ക്ലിയറാ. അതിന് പിന്നെ ഒരു ഓപ്ഷൻ വേണ്ട. സ്വോത്രം. ഇന്നതുപോലെ ചെയ്യാവുന്നില്ല. ഉടനെ കർത്താവ് പറഞ്ഞു, ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പാട്. സ്വർഗസ്ഥനായ അങ്ങോട്ട് പത്രോസിന് എന്തുണ്ട്? വെളിപ്പാട്. സ്വോത്രം. ഉടനെ ഈ നമ്മുടെ കർത്താവിന് ഒരു പ്രത്യേകത. ഇപ്പം ആരോ ഇവിടെ പറഞ്ഞത്, സണിച്ചാൻ പറഞ്ഞു ചോക്ലേറ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ഞാനിതെല്ലാം ഇവിടെ ശ്രദ്ധിച്ചാണ്. സ്വോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മറന്നുപോയി പറഞ്ഞേ. സ്വോത്രം. സ്വോത്രം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കരഞ്ഞ എനിക്ക് ചോക്ലേറ്റ് വേണം, ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? താല്പര്യമില്ലെങ്കിൽ എൻ്റെ കരത്തിൽ നിർത്താൻ എന്ത് ചെയ്യും? അങ്ങോട്ട് പോകുമ്പോൾ മുന്നേ ഷോപ്പിൽ നിർത്തി ഞങ്ങൾക്ക് ചോക്ലേറ്റ് മേടിച്ച് തരാമെന്ന് പുള്ളിക്കൊരു ആശ്വാസമായി. സ്വോത്രം എന്ന് പറഞ്ഞിട്ട് ഉടനെ കർത്താവ് പറഞ്ഞു, സ്വോത്രം, ഞാൻ ഒരു കാര്യം നിനക്ക് തരികയാണ്. എന്താണെന്ന് ചോദിച്ചു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ. ചെറിയ കാര്യമാണോ? നമ്മുടെ കുഞ്ഞിന് ചോക്ലേറ്റേ കൊടുത്തുള്ളൂ. സ്വോത്രം. കർത്താവ് എന്താ കൊടുത്തത്? സ്വർഗരാജ്യത്തിൻ്റെ. ഇംഗ്ലീഷ് വായിൽ നിങ്ങൾ നോക്കണം. നിങ്ങൾ ഇംഗ്ലീഷ് പുസ്തകം ഇവിടെ ഇംഗ്ലീഷ് കൂടുതൽ കൈകാര്യം ചെയ്യുന്നവരാണല്ലോ. താക്കോലികൾ എന്ന പദം 4 അക്ഷരമുണ്ട്. സ്വോത്രം. അപ്പോൾ സ്വോത്രം ഒന്നുകൂടി ഞാനത് വ്യാഖ്യാനിക്കാം. സ്വോത്രം. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം മുതൽ 12 വരെ തിങ്ങി നിൽക്കുന്ന വ്യക്തി ആരാണ്? പത്രോസാണ്. ഇനി അടുത്തതൊന്നുകൂടെ പറയാം. സ്വോത്രം. യോഹന്നാനും പത്രോസും കൂടിയാണ് എവിടെ ചെന്നത്? സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ചെന്നപ്പോഴത്തേക്ക് സ്വോത്രം പത്രോസ് സ്വോത്രം പറഞ്ഞു, ഞങ്ങളെ നോക്കാൻ പറഞ്ഞു. സ്വോത്രം. നമ്മൾ ആ വാക്യമായി നല്ലൊരു ഇരുത്തി വായിക്കണം, നല്ല മനസ്സിലാകുന്നത്. സ്വോത്രം. പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? എനിക്കുള്ളത് ഞങ്ങൾക്കുള്ളതെന്നല്ല. ശ്രദ്ധിക്കുക. ആർക്കേ ഇത് കൊടുത്തിട്ടുള്ളൂ? പത്രോസിനാണ് അത് കൊടുത്തിരിക്കും. യോഹന്നാന് വേറെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴത്തെ ശുശ്രൂഷ പത്രോസിന്റെ മേല. ഉടൻ എനിക്കുള്ളത് നിനക്ക് ഞങ്ങളെ നോക്കാൻ പറഞ്ഞു. ശരിയാണ്. പക്ഷേ എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് കൈ കൊടുത്തു. ക്ഷണത്തിൽ അവന് നരയാണി കുറിച്ചു. സ്തോത്രം. തൊട്ടാൽ ചിലത് വീഴും, ഉളിക്കത് ചിലത് നേരെയാകും. സ്തോത്രം. ദൈവപ്രവൃത്തി കണ്ണുകൊണ്ട് കാണും. സ്തോത്രം. അവന്റെ ഈ പത്രോസിന്റെ ഒറ്റ തൊടിലിന് അവന് നിലമാറി. അതൊരു 3 മണിക്കൂർ പ്രസംഗിക്കാം നമുക്ക്. സ്തോത്രം. അല്ലെങ്കിൽ അവന് നിലമാറി. അവനെ ഇനി ആരെങ്കിലും മുടന്തെന്ന് വിളിക്കുവോ? സ്തോത്രം. പിച്ചക്കാരെന്ന് വിളിക്കുവോ? സ്തോത്രം. അവൻ പോയത് എന്നാന്നറിയാവോ? നടന്നും. നമ്മൾ തുള്ളൽ എന്ന് പറയുന്നത് നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ടാ. സ്തോത്രം. നരയാണി ഇരിക്കാത്ത തുള്ളുകയല്ല. നരയാണി ഉറച്ച പറക്കല ഞങ്ങൾ തുള്ളുന്നതിന്റെ കാര്യം എന്താന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നരയാണി ഉറയ്ക്കാത്തവരെല്ലാം കണ്ടു നിൽക്കും, പക്ഷെ നരയാണി ഉറച്ചവൻ തുള്ളും. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. സ്തോത്രം. അത് നമുക്ക് തിരുവെഴുത്തുകളെ വ്യക്തമാക്കുമ്പോൾ പത്രോസിന്റെ ചിന്തയിൽ സ്തോത്രം അത് താൻ അനുഭവിച്ചത് അവന് പകർന്നു കൊടുത്തു. സ്തോത്രം. അതുകൊണ്ട് ദൈവവചനത്തിൽ ഈ പത്രോസിന്റെ ഈ ചിന്തയിൽ സ്തോത്രം നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം. സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ പത്രോസ് പറഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് ഈ ഫിലിപ്പിൻ്റെ കൈസരയിൽ വെച്ചാണ് ഈ സംഭവം നടന്നത്. എന്നോട് കാണിച്ചാനൊരു ടൈം പറഞ്ഞുകൊണ്ട് അതാണ് ഞാൻ നോക്കുന്നത് ഇടയ്ക്കിടയ്ക്ക്. സ്തോത്രം. അപ്പോൾ നമ്മുടെ വാക്യത്തിലേക്ക് മടങ്ങി വരാം. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. അടുത്തത് എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ. ഈ തുരുത്തി എന്ന് പറയുന്നത് ആരെയാ കാണിക്കുന്നത്? തുരുത്തി എന്ന് പറയുന്നത് നമ്മളെയാ. ആത്മീയാഖ്യാനം വ്യക്തികളെ ആത്മീയാഖ്യാനം. സ്തോത്രം. ഈ ശരീരമാകുന്ന തുരുത്തി. സ്തോത്രം. അപ്പൊ ഈ തുരുത്തി എന്റെ കണ്ണുനീരിനെ നിന്റെ തുരുത്തിയിൽ എന്ത് ചെയ്യണം? ആക്കി വെക്കണം. ഇപ്പൊ പഴയ പോലെ കരച്ചിലൊന്നുമില്ലല്ലോ. പഴയ പോലെ കരച്ചിലൊന്നുമില്ല. സ്തോത്രം. പഴയത് ഉണ്ടോ? സ്തോത്രം. ഇല്ല.
സ്തോത്രം. ഹല്ലേലൂയ. നേരത്തെ നമ്മൾ നന്നായിട്ട് കരയുമായിരുന്നു. സ്തോത്രം. ഇപ്പം നമ്മളെ പിടിച്ചിരിക്കുന്നതെന്നറിയാവോ? സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ഇരിക്കും ഒരു ചെറിയ ഉറക്കം പോലെ വരും. ഇവിടെ പറയും സ്തോത്രം പകലത്തെ ക്ഷീണം കൊണ്ട്, അതുകൊണ്ട് ഇന്ന് ഞാൻ വേദോത്സവം വായിക്കുന്നില്ല, നമുക്ക് പ്രാർത്ഥിച്ചു. ഉടനെ ആൻറ്റി പറയും സ്തോത്രം അങ്ങനല്ല മനുഷ്യ, സ്തോത്രം പ്രാർത്ഥിച്ച് വേദോത്സവം വായിച്ചു കിടക്കുക, എന്നാൽ നീ വായിച്ചു. അങ്ങനെ ഒരു സാധാരണ ഇതുണ്ട്. സ്തോത്രം. അത് പലരും തോണ്ടുന്നുണ്ട്, പോട്ടെ. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം ഇത് അങ്ങനെ ഒരു സംഭവം. ഉടനെ സ്തോത്രം ഈ 119 സങ്കീർത്തനത്തിൻ്റെ 83 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 119 സങ്കീർത്തനത്തിൻ്റെ 83 വാക്യം. 83 വാക്യം എടുത്തൊരു പെട്ടെന്ന് വായിച്ചു. പുകയത്ത് വെച്ച തുരുത്തി പോലെ ഞാൻ ആകുന്നു. മനസ്സിലായി ഇപ്പൊ വ്യക്തി ആരാന്ന്? പുകയത്ത് വെച്ച തുരുത്തി പോലെ. ഈ പുകയത്തിരിക്കുന്ന തുരുത്തിക്കകത്ത് ഇപ്പൊ കണ്ണുനീരാണോ ഉള്ളത്? നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പഴയ സണിച്ചാനെ പോലുള്ളവർക്കറിയാം. സ്തോത്രം. നമുക്ക് ഈ 50 വയസ്സിന് മേളിൽ പ്രായമുള്ളവർക്കറിയാം. പഴയ നമ്മളെ വീടുകളിലൊക്കെ സ്തോത്രം വിറകെടുക്കാനൊക്കെ ചേര് ഇങ്ങനെ കെട്ടി. ഇപ്പം ചേരുള്ള ഇപ്പോഴത്തെ പിള്ളേർക്ക് ചേര് പറഞ്ഞാലും അവർക്ക് അറിയത്തില്ല കേട്ടോ. സ്തോത്രം. ഇപ്പോഴെല്ലാം ഗ്യാസും ഇവിടെ പോകില്ല. സ്തോത്രം. അപ്പം ഈ മഴ പെയ്തേച്ച് നല്ല വെയിലുറയ്ക്കും പനിക്കും അങ്ങോട്ട്. പനിച്ച് കഴിയുമ്പം ആ മാറാലയുടെ നിന്ന് ഇങ്ങോട്ട് വീഴും ഓരോ വെള്ളം ഇല്ലേ, കറുത്ത വെള്ളം വീഴും. സ്തോത്രം. ഈ പുകയത്തിരുന്ന എന്താ വീഴുള്ളൂ? ഇതും അങ്ങ് തുകലായി സാധനം. ഈ തുരുത്തി എന്ന് പറയുന്ന സാധനം എന്താ? തുകലാണ്. ഇതങ്ങോട്ട് പുക പിടിച്ച് കഴിയുമ്പോഴത്തേക്ക്, നല്ലപോലെ വെയിൽ മുറച്ച് കഴിയുമ്പോഴത്തേക്ക്, നല്ല മഴ കഴിയുമ്പോൾ വെയിൽ ഉറക്കുമ്പോൾ ഇതും എന്ത് ചെയ്യാൻ തുടങ്ങും? ഭരിക്കാൻ തുടങ്ങും. ഇപ്പം കണ്ണുനീരില്ല. കണ്ടോ എത്ര ശാന്തമായി നോക്കി. സ്തോത്രം അല്ലേ? സ്തോത്രം. കർത്താവ് പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം. കർത്താവ് പറഞ്ഞു സ്തോത്രം പഴയ തുരുത്തിയിൽ പുതുവീഞ്ഞ് എന്ത് ചെയ്യില്ല, പകരുന്നത് അങ്ങനെയാ. പഴയ തുരുത്തി ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു തുരുത്തി അഥവാ നീ ശരിയാക്കി ഒഴിച്ചാൽ തുരുത്തി എന്ത് ചെയ്യും? പുതുവീഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? തുരുത്തി അങ്ങ് പൊളിഞ്ഞു പോകും. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം പഴയ തുരുത്തിയിലെ പുതിയ തുരുത്തിയിൽ പുതുവീഞ്ഞ് എന്ത് ചെയ്യണം? പകരുക. പൊളിയത്തില്ല. നമ്മൾ ദൈനംദിനം നമ്മൾ ഈ രക്ഷിക്കപ്പെട്ടതിൻ്റെ ഒരാശയം എന്ന് പറഞ്ഞാൽ വളരെ നിങ്ങൾക്ക് എത്ര പേരെ ഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. സ്തോത്രം. ഞാൻ പറയാം. സ്തോത്രം. ഞങ്ങൾ ഒരു സ്ഥലത്ത് സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കാം. സ്തോത്രം. ഒരു സഹോദരിക്ക്, രക്ഷിക്കപ്പെടാത്ത കാത്തലിക് സഹോദരിയാണ്, ഒരു ദുരാത്മാവ് ഇറങ്ങി. ഞാനത് കൂടുതൽ വ്യാഖ്യാനം കൊടുക്കണ്ട, നിങ്ങൾക്ക് പ്രായമുള്ളവർക്ക് മനസ്സിലാകാൻ. അപ്പോൾ ആ മുടിയെല്ലാം ഒന്ന് അടിച്ച് നാക്കൊക്കെ നീട്ടി ഇങ്ങനെ ഒരു വല്ലാത്ത പ്രകൃതമായിട്ട് ഹോളി കൊണ്ടുവന്നു. കാരണം അവർ കത്തോലിക്കരാണ്. ഹോളി കൊണ്ടുവന്ന് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ചിലർ കാണാനായിട്ടിരിക്കുമല്ലോ. ഈ കാണാനിരിക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഞങ്ങൾ പാസ്റ്റർമാർ ചോദിച്ചു, രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. രക്ഷയുടെ ഒരു മർമ്മം നമുക്ക് മനസ്സിലാക്കാനാണ് ലളിതമായ ഭാഷയിൽ അക്ഷരിക കാര്യങ്ങൾ പ്രാക്ടീസ് എന്താ, നമ്മളുടെ രക്ഷയുടെ മൂല്യം എന്താണെന്ന് ഗ്രഹിപ്പാൻ, അതിൻ്റെ വില എന്താണെന്ന് ഗ്രഹിപ്പാൻ. ഉടനെ ആരുമില്ല എന്ന് പറഞ്ഞു. ഉടനെ ഇവളോട് ചോദിച്ചു, കാര്യങ്ങൾ തിരക്കിയപ്പോൾ പറഞ്ഞു, ഞാൻ പോകില്ല, എൻ്റെ കൂടെ ഇനിയും 2 പേരോടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കൂട്ടത്തിൽ 2 പേരോടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കറിയാം? ഇപ്പം നിങ്ങൾ രക്ഷിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാനായിട്ട് എളുപ്പമാണ്. പക്ഷെ അവള് പറഞ്ഞു രക്ഷിക്കപ്പെടാത്ത 2 പേരോട് ഇതിനകത്തുണ്ടെന്ന്. ശ്രദ്ധിക്കണം, രക്ഷിക്കപ്പെടാത്ത 2 പേരോട് ഇതിനകത്തുണ്ട്. ഉടനെ സ്തോത്രം. ഉടനെ ഭാഷ ചോദിച്ചാൽ ആരാണ്? 2 പേര് എഴുന്നേറ്റു. ഒന്നിളയ 2 എണ്ണത്തിന് നമുക്ക് കിട്ടി. സ്തോത്രം. ഉടനെ അതിൻ്റെ അടുത്ത പ്രാക്ടിക്കൽ തിയോളജി പറയാം. സ്തോത്രം. ഉടനെ ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കൺവെൻഷൻ വിട്ട് കൈവെക്കുന്നതല്ല. ചിലരെല്ലാ കൺവെൻഷനും എന്ത് ചെയ്യും? ആരൊരു ഉണർവുണ്ടായാലും കൈവക്കി സ്തോത്രം ഇത് പറയും. അവർ പിന്നെ അടുത്ത കൊല്ലവും അത് സ്റ്റാൻഡിൽ തന്നെ പൊക്കും. സ്തോത്രം. അവർ രക്ഷയുടെ അനുഭവം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും, സന്തോഷം എന്താണെന്ന്. ഉടനെ ഇത് കേട്ടോണം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. സ്തോത്രം. ഉടനെ ഈ വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിക്കപ്പെടുത്തണം. ഇവർ 2 പേര് എഴുന്നേറ്റിരിക്കുക. 2 പേര് സീസക്കാരാ. അവരെ 2 പേര് എഴുന്നേറ്റ് നിന്ന് വെച്ച് വചനം പറഞ്ഞു. റോമാലേഖനം 10:9 ഹൃദയം കൊണ്ട് വിശുദ്ധ വായിക്കൊണ്ട് നന്മയ്ക്കായി ഏറ്റുപറയണമെങ്കിൽ ഒരാളെ പറയിപ്പിക്കണം. ശ്രദ്ധിക്കണം. വെള്ളത്തിൽ പോകുന്ന ആളെ തന്നെ മുടിയെ പിടിച്ച് വലിച്ച രക്ഷപ്പെടുകയല്ലോ.
ഒരു മാർഗമാണ് രക്ഷപ്പെടുത്തുന്നത്. ഒരാൾ രക്ഷപ്പെടുത്താനുണ്ടെങ്കിലേ അദ്ദേഹം രക്ഷപ്പെടുകയുള്ളൂ. ഇതൊരു മർമ്മമാണ്. സ്തോത്രം. അതുകൊണ്ട് ഇദ്ദേഹത്തെ സ്തോത്രം രക്ഷിക്കപ്പെടുവാനായിട്ട് പറഞ്ഞു. ഇവർ രണ്ടുപേരും ഹൃദയത്തിൽ യേശുവിനെ രക്ഷനെ നിർത്താൻ വെച്ചു. എന്നിട്ട് തിരിച്ചു ചോദിച്ചു, ഇപ്പോൾ ആരുമില്ലെന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ രക്ഷയുടെ മൂല്യത. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുമ്പോൾ അത് ഇന്ന് ഭൂമിയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. യേശുവിന്റെ വാഗ്ദത്തമാണ്, കാൽവറിയുടെ വിലയാണ്. സ്തോത്രം. അതിന്റെ മഹത്വം അതാണ്. പെട്ടെന്ന് അവൾ സ്തോത്രം അമിറ്റത്ത് നമ്മുടെ ഒരു മാവ് നിൽപ്പുണ്ട്, കൊമ്പൊടിച്ചിട്ടു പോകണമെന്ന് പറഞ്ഞു. കൊമ്പൊടിച്ചിട്ടു പോയി. ക്ലിയറായി. സ്തോത്രം. നമുക്ക് രണ്ടുപേരെയും കിട്ടി. അവൾ രക്ഷിക്കപ്പെട്ടില്ല, അവൾ പോയി. സ്തോത്രം. അവൾക്ക് സ്തോത്രം. നമുക്കെന്ത് ചെയ്യാം? കെറോഫിൽ 2 കുടുംബം സ്ട്രോങ് ആയിട്ട് കിട്ടി. സ്തോത്രം. ചിലത് നാം ഒരു 2 വിട്ടുപോരും. സ്തോത്രം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതിൻ്റെ സാരം, സ്തോത്രം, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കുന്നു. എന്നിട്ട് പറഞ്ഞൊരു തിയറി കേൾക്കണോ? അതെന്തുകൊണ്ട്? അത് നിന്റെ പുസ്തകത്തിലില്ലയോ? ഇതെല്ലാം ഇവിടെ ഉണ്ട്, പുസ്തകത്തിലുണ്ട്. സ്തോത്രം. ഇതെല്ലാം നീ കരഞ്ഞതും രാത്രിയുടെ യാമങ്ങളിൽ നിലവിട്ട് വിളിച്ചതും, നിലവിളി എന്ന് പറയുന്നത് നിലവിട്ട് വിളിക്കുന്നത്, നിലവിട്ട് വിളിച്ചതും കർത്താവ് സ്വർഗത്തിൽ പുസ്തകത്തിൽ രേഖപ്പെടുത്തി. തലമുറ മാറി അതിന്റെ വാഗ്ദത്തം നമ്മുടെ മേൽ പകരുവാൻ കർത്താവ് ശക്തനാണ്. ഇന്ന് പകലിൽ സ്തോത്ര പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചുണർത്തുന്നത് അതിന്റെ തികവിന്റെ സത്യത്രേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. സ്തോത്രം. അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? സ്തോത്രം. ഒരിക്കലേ ഈ മോർദെഖായിക്ക് വേണ്ടി ഒരു പുസ്തകം തുറപ്പിച്ചു എന്ന് പറഞ്ഞ ചില വിഷയങ്ങൾക്ക് സ്തോത്രം 2024 അവസാനിക്കുകയും 25-ന്റെ ആരംഭത്തിൽ ചില പുസ്തകങ്ങൾ നിങ്ങൾക്ക് തുറക്കും. ഇടിപ്പിക്കും. മറന്നു കിടക്കുന്നത് ഇടിപ്പിക്കും കർത്താവ്. സ്തോത്രം. വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, സ്തോത്രം, എന്താണ് അവന് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് മുടക്കിയതിന്റെ നേരെ ഞാൻ വിരൽ ചൂണ്ടും. സ്തോത്രം. എന്റെ നാമത്തിന് നിലകൊണ്ട് അവരെ ഞാൻ ആദരിക്കും. സ്തോത്രം. ഉറപ്പോടെ നമ്മുടെ കരങ്ങൾ കൊട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ദൈവ ശക്തിയുടെ വ്യാപാരം ഇന്ന് പകലിൽ നമ്മുടെ നടുവിൽ അലയടിക്കപ്പെടട്ടെ. അധികാരത്തോടെ വചനത്താൽ നിങ്ങൾ ജയമെടുക്കുന്നതിനാരാ പാദപടമേൽപ്പിക്കുന്നു. യേശുവിന്റെ നാമം ജയമെടുക്കട്ടെ. പരിശുദ്ധ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ജീവിതങ്ങളെ വിവേചിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. കേട്ട പദം ഞങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിനും ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ഞങ്ങളുടെ വിശ്വാസത്തിൽ ഉറപ്പ് നൽകുന്നതിനും പ്രത്യാശയിൽ ഉറപ്പിക്കുന്നതും നിത്യത ഞങ്ങൾക്ക് അവകാശമാക്കി തീർക്കുന്ന ആ നിത്യതയുടെ വചനങ്ങൾ ഹൃദയങ്ങളിൽ ഉറച്ച് ധൈര്യപ്പെട്ട് ചുവടുകൾ വെപ്പാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് ഇതോടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ നിങ്ങൾ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സാവകാശം ഒരുക്കല്ലോ. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയെ ഞാൻ വീണ്ടും ചോദിക്കുന്നു. എന്നെ ഇവിടെ ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസനോടും സഭയുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you, Pastor. Thank you very much.